തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്നവർ ആരായാലും അവരെ ഏത് രാജ്യത്തായാലും അവിടെ കടന്നു കയറി കൊലപ്പെടുത്തുക എന്നുള്ള ഇസ്രായേൽ രീതിക്ക് ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇന്ന് പുലർച്ചെ സിറിയയിൽ നടത്തിയ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം. ഇന്ന് ലെബനൻ സിറിയ ബോർഡറിൽ ബെയ്റൂട്ട് ഡമാസ്കസിൻ്റെ ഹൈവേയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്ന ഫാരേസ് ഖാസിം എന്ന് പറയുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടനയുടെ തലവനെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്ന് IDF തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് സിറിയയിലും ഒപ്പം തന്നെ ലെബനനിലും ഉള്ള ഇസ്രായേൽ ആക്രമിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ടി ഫണ്ട് നൽകുന്നതുമൊക്കെ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന PIJ മെമ്പേഴ്സാണ്. അതിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു, തലവനായിരുന്നു കൊല്ലപ്പെട്ട ഖാസിം എന്നും IDF പറയുന്നു. ഏതായാലും ഒരു രാജ്യത്തിൻ്റെ അകത്ത് കയറി ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിലൊരു വാർത്ത അന്തർദേശീയ തലത്തിൽ നിന്ന് വന്നിരുന്നെങ്കിലും IDF സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ IDF സ്ഥിരീകരിച്ചിരിക്കുന്നു തങ്ങൾ നോട്ടമിട്ട അടുത്ത ഭീകരനെയും പടമാക്കിയിരിക്കുന്നുവെന്ന് ന്യൂസ് ഇന്ത്യ മലയാളം.